ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ ജൈവമാലിന്യ കമ്പോസ്റ്റിംഗ് യൂണിറ്റായ തുമ്പൂർമൊഴി മോഡൽ കമ്പോസ്റ്റിംഗ് യൂണിറ്റ് നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. ഈ മാസം തന്നെ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം സജ്ജമാക്കാൻ സാധിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ജൈവമാലിന്യങ്ങൾ ഹരിതകർമ്മ സേന വഴി ശേഖരിച്ച് കമ്പോസ്റ്റ് ചെയ്ത് വളം നിർമ്മിക്കുന്നതിനുള്ള യൂണിറ്റാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ഹരിത കേരള മിഷൻ സാങ്കേതിക പിന്തുണയോടുകൂടി ശുചിത്വ മിഷന്റെ 5 ലക്ഷം രൂപ ധനസഹായത്തോടെയാണ് തുമ്പൂർമൊഴി മോഡൽ കമ്പോസ്റ്റിംഗ് യൂണിറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട തുമ്പൂർമൊഴിയുടെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം 30-ാം തീയതിയോടുകൂടി ഇതിൻ്റെ ഉദ്ഘാടനം നടത്തണമെന്നാണ് വിചാരിക്കുന്നത്. ചേർന്ന് തന്നെ വിൻഡ്രോ കമ്പോസ്റ്റിൻ്റെ പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പണിയും കൂടെ പൂർത്തീകരിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ തുമ്പൂർമൊഴിയുടെ പണികളും കംപ്ലീറ്റ് പൂർത്തീകരിച്ച് മാലിന്യ സംസ്കരണം, അതായത് ജൈവ മാലിന്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് വന്ന് തുമ്പൂർമൊഴിയിൽ സംസ്കരിച്ച് അത് ജൈവവളമാക്കി മാറ്റിയെടുക്കുകയും പിന്നീട് അത് ജൈവവളം നമ്മുടെ പഞ്ചായത്തിലെ തന്നെ കർഷകർക്ക് മിതമായ വിലയ്ക്ക് വിൽക്കുവാനുമാണ് പഞ്ചായത്തിൻ്റെ തീരുമാനം. യൂണിറ്റിൽ 7 പ്ലാന്റുകളാണ് ഉള്ളത്. ഇരട്ടയാർ, നത്തുകല്ല്, ശാന്തിഗ്രാം ടൗണുകളിലെ ഹോട്ടലുകൾ, ബേക്കറി, പഴം, പച്ചക്കറി കടകൾ, ഇറച്ചി, മീൻകടകൾ എന്നീ വ്യാപാര സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന ജൈവമാലിന്യങ്ങളാണ് യൂസർ ഫീ നിരക്കിൽ ഞായർ ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും ശേഖരിക്കുന്നത്. ഇതോടൊപ്പം നത്തുകല്ല് മുതൽ ശാന്തിഗ്രാം വരെയുള്ള പ്രധാന റോഡ് വശങ്ങളിലുള്ള വീടുകളിൽ നിന്നും ഓഡിറ്റോറിയങ്ങളിൽ നിന്നും ഭക്ഷണാവശിഷ്ടങ്ങളും ജൈവമാലിന്യങ്ങളും ശേഖരിക്കും. ഇരട്ടിയാർ ഹരിതകർമ്മസേനയുടെ തുമ്പൂർമൊഴി കമ്പോസ്റ്റിംഗ് യൂണിറ്റ് സംരംഭക യൂണിറ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഹരിത കേരള മിഷൻ ജില്ലാ സാങ്കേതിക വിദഗ്ധരുടെ പരിശീലനത്തിലും മേൽനോട്ടത്തിലുമായിരിക്കും യൂണിറ്റ് പ്രവർത്തിക്കുക. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവവളം കർഷകർക്ക് മിതമായ നിരക്കിൽ നൽകുവാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.